നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. എം ഹസന് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. ഹൈക്കമാൻഡ് തീരുമാനം സംസ്ഥാന നേതാക്കളെ അറിയിച്ചു. AICCക്കും ഹൈക്കമാൻഡിനും നന്ദി പറഞ്ഞു ഹസൻ. പ്രമുഖരായ നേതാക്കളെല്ലാം എനിക്ക് ചാർജ് നൽകണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട്. SSLC കണക്കു പരീക്ഷ റദ്ദാക്കി. 30-ന് വീണ്ടും പരീക്ഷ നടത്തും. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ വീഴ്ച സംഭവിച്ചു. വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ നിലപാടിനെതിരെ ദേവികുളം MLA. യുക്തിയും വിവേകവുമില്ലാതെ മന്ത്രി പ്രവർത്തിക്കുന്നു. മന്ത്രി LDF സർക്കാരിന്റെ ഭാഗമാണെന്ന് മറക്കരുത്. LDFന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ആര് മന്ത്രിയാണാലും മന്ത്രി ആയിട്ടുള്ളത്. അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യവും ജനം തന്നതിന്റെ ഒരു വിഹിതമാണ്. ദേവികുളം സബ് കളക്ടറെ മാറ്റില്ലെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി. പ്രതിപക്ഷ നേതാവ് തിങ്കളാഴ്ച മൂന്നാറിലെത്തും. പോലീസിന്റെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവുണ്ടെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സേനയിൽ RSSും കോൺഗ്രസും കടന്നുകയറി. പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനം പോരെന്ന് റിവ്യൂ റിപ്പോർട്ട്. സർക്കാർ പദ്ധതികൾക്ക് ജനകീയ പിന്തുണ ഉറപ്പുവരുത്തണം. ധർമ്മശാല ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 300 റൺസിന് പുറത്ത്. അരങ്ങേറ്റക്കാരൻ കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. സ്റ്റീവ് സ്മിത്തിന് സെഞ്ചുറി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. എം ഹസന് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. ഹൈക്കമാൻഡിന്റെ തീരുമാനം സംസ്ഥാന നേതാക്കളെ അറിയിച്ചു. ഹസനെ അധ്യക്ഷനായി തീരുമാനിച്ചുകൊണ്ട് AICC വാർത്താക്കുറിപ്പിറക്കി. VM സുധീരൻ രാജിവെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് താൽക്കാലിക ചുമതല വൈസ് പ്രസിഡന്റുമാരിൽ സീനിയറായ M ഹസന് നൽകിയിരിക്കുന്നത്. തീരുമാനം സംസ്ഥാന നേതാക്കളെ ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC വൈസ് പ്രസിഡന്റുമാരായ ഹസന്റെയും VD സതീശന്റെയും പേരുകളായിരുന്നു അന്തിമ പരിഗണനയിലുണ്ടായിരുന്നത്. പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയതോടെ വൈസ് പ്രസിഡന്റുമാരിൽ ആർക്കെങ്കിലും താൽക്കാലിക പ്രസിഡന്റ് ചുമതല നൽകാൻ ധാരണയായിരുന്നു. AK ആന്റണിയുടെ അടുത്ത അനുയായിയാണെന്നതും ഹസന് അനുകൂല ഘടകമായിട്ടുണ്ടെന്നാണ് സൂചന. മാത്രമല്ല, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് ഇതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ദില്ലി. KPCC അധ്യക്ഷനായി തന്നെ നിയമിച്ചതിൽ ഹൈക്കമാൻഡിന് നന്ദി പറഞ്ഞ M ഹസൻ. തന്റെ പേര് നേതാക്കൾ കൂട്ടായി നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് ഹസൻ പറഞ്ഞു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും ഹസൻ പ്രതികരിച്ചു. KPCC പ്രസിഡന്റിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും പ്രത്യേകിച്ച് ശ്രീമതി സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും എനിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രമുഖരായ നേതാക്കളെല്ലാം എനിക്ക് ചാർജ് നൽകണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിച്ച ചുമതല അതിൻ്റെ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. എനിക്ക് ഈ ചുമതല നൽകുന്നതിന് സഹായിച്ചവരെയും തീരുമാനിച്ച AICCയുടെ ബഹുമാന്യായ പ്രസിഡന്റിനോടും എനിക്കുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണയും സഹകരണവും പൂർണ്ണമായും തേടിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് യാതൊരു തരത്തിലുള്ള കുറവും വരുത്താതെ നിർവഹിക്കും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ മന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ എന്നിവരാണ്. കോൺഗ്രസ് നേതാക്കളായ ശ്രീ VD സതീശൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ K സുധാകരൻ എന്നിവരെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ തീരുമാനം M ഹസന് പാർട്ടിയുടെ നേതൃപദവി നൽകിക്കൊണ്ട് താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നില്ലേ? ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കേട്ട ശേഷമേ മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ ഹൈക്കമാൻഡ് ചെവിക്കൊള്ളൂ എന്നൊരു സൂചന, എന്നൊരു സന്ദേശം ഈ ഒരു നിയമനത്തിലില്ലേ? ഹസനെ പാർട്ടിയുടെ ചുമതല താൽക്കാലികമായിട്ടെങ്കിലും ഏൽപ്പിച്ചതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം, അതിനപ്പുറത്ത് മറ്റൊന്നും ഹൈക്കമാൻഡ് പരിഗണിച്ചിട്ടില്ല എന്നതല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്? എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നേരെ തിരിച്ചായിക്കൂടെ? ഹസൻ ഇന്നുള്ള വൈസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും സീനിയറാണ്. അദ്ദേഹം വളരെ കാലമായി KICയിലും യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെ കൂടെ വന്ന ആളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചാർജ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു പരിഗണനയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ശ്രീ ഹസൻ പറഞ്ഞ പോലെ തന്നെ പൊതുവെ വന്നൊരു തീരുമാനം, ചാർജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സീനിയർ ആളിന് കൊടുക്കണം, വൈസ് പ്രസിഡന്റ് കൊടുക്കണം. മറ്റ് കാര്യങ്ങളിലാണെങ്കിൽ വേറെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അതായത് മെമ്പർഷിപ്പ് കൊടുത്ത് ഇലക്ഷൻ നടത്തുക. ഞാനും വിശ്വസിക്കുന്നത് പാർട്ടി സജീവമാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായി മെമ്പർഷിപ്പ് കൊടുത്ത് ഇലക്ഷൻ നടത്തണം. എന്തുകൊണ്ടെന്നാൽ എങ്ങനെ ഒരു ഫ്രഷ് ആൾക്കാർ അപ്പോഴേ വരുള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് ചേർക്കാൻ ഞാൻ എൻ്റെ താമസത്തിൽ എല്ലാ വീട്ടിലും ഞാൻ കയറുമ്പോൾ ചോദിക്കും, ആ ഇലക്ഷൻ നടന്നിട്ടില്ല, പക്ഷേ ഞാൻ മെമ്പർഷിപ്പ് ചേർക്കാൻ പോയി. അപ്പോൾ അവർ ചിലർ പൈസ വരും, ചിലർ കൂടുതൽ പൈസ വരും, കൊള്ളാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മനുഷ്യരുടെ ഒരു താല്പര്യവും നമ്മളോടുള്ള ഒരു ഇത് പറയുകയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് കൊടുത്ത് ഇലക്ഷനിലേക്ക് പോകണം. അതിനുള്ളൊരു മുന്നോടിയായിട്ടാണ് ഞാൻ ഈ ഹസൻ്റെ ഈ ചുമതലയെ കാണുന്നത്. അതായത് ഒരു ചെറിയ കാലത്തേക്ക് മാത്രമായിരിക്കും ഈ ചുമതല. കോൺഗ്രസിലായതുകൊണ്ട് ഒരു താൽക്കാലിക ചുമതല എന്നത് ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം എന്നതും ഒരു വസ്തുതയാണ്. ചെറിയ കാലത്തേക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1, 1.5, 2 വർഷമൊക്കെ ആയിപ്പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ 19 ഇലക്ഷനിലേക്ക് പോകല്ലേ. അപ്പോൾ ശരിക്കും അടുത്ത വർഷം, ഈ വർഷം ഇലക്ഷൻ പ്രിപ്പറേഷൻ ആരംഭിക്കണം. ബൂത്ത് കമ്മിറ്റി ഇപ്പോൾ സുധീറിനോടൊപ്പം തന്നെ ബൂത്ത് കമ്മിറ്റി ഇലക്ഷൻ പ്രഖ്യാപിച്ച് കുറേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വർക്കിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഡ്ഹോക്ക് ഏർപ്പാടെന്ന് പറഞ്ഞാൽ അത് അഡ്ഹോക്കായിട്ട് തന്നെ നിൽക്കണം. ഇപ്പോൾ അതല്ല, നേരെ മറിച്ച് ഇലക്ഷൻ നീട്ടാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ കയറി പിടിച്ചിരിക്കുകയാണ്. ജൂലൈ കമ്പൽസറി പറഞ്ഞു, അതുകൊണ്ട് ഈ വർഷം നടത്തേണ്ടി വരും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷനിലേക്ക് പോവുക. ഇലക്ഷനിലൂടെ ലീഡർഷിപ്പ് വരട്ടെ. അവിടെ മാത്രമല്ല വരുന്നത്, എല്ലായിടത്തും വരുവാണ്. ബൂത്ത്, മണ്ഡലം, DCC, ബ്ലോക്ക് എല്ലാം വരുവാണ്. അപ്പോൾ ഒരു ഫ്രഷ് ആൾക്കാർ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർക്കൊരു ആവേശം ഉണ്ടാകും വർക്ക് ചെയ്യാൻ. പ്രത്യേകിച്ച് എൻ്റെ വിശ്വാസം ഒരു കാലാവസ്ഥ അനുകൂലമായിട്ട് വരുവാണ്. പക്ഷേ LDF ഗവൺമെൻറ് ആകെ ടോട്ടൽ ഫെയിലിയറായി. UP ഇലക്ഷനോടുകൂടി BJPക്ക് മത്ത് പിടിച്ചതായി. ഇനി ആരും വേറെ ഒന്നും കഴിക്കണ്ട എന്നുള്ളതിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് മുന്നേറാൻ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ അവസരമായിട്ട് തന്നെ താൽക്കാലികമാണെങ്കിലും വലിയ ചുമതല ഉണ്ട്. ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ നമുക്കറിയാം കുറെ കൂടി ഈ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ DCC പുനഃസംഘടനയോടുകൂടി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രതിഷേധം കുറെ കൂടി ശക്തമാക്കിയിരുന്നു. KPCC നേതൃത്വവുമായി അന്ന് നമുക്കറിയാം സുധീറിനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ബന്ധം വഷളായ ഒരു സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡിനോടും ഏതാണ്ട് അതേ സമീപനം ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡ് പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു. ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് എന്ന് ഹൈക്കമാൻഡിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നതല്ലേ ഇപ്പോഴത്തെ ഈ ഹസന്റെ നിയമനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതല്ല ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് താൽക്കാലിക ചുമതല കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയെ കുറെ കൂടി കാര്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കമാൻഡിന് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് തന്നെയല്ലേ അതിന്റെ രാഷ്ട്രീയം? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദം നമ്മുടെ സുഹൃത്ത് ഡൊമിനിക് പ്രസന്റേഷന് പോലും ഇല്ല. ഡൊമിനിക്ക് നമുക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുപ്പമുള്ള ആളും ഉമ്മൻചാണ്ടിയോട് വലിയ സ്നേഹമുള്ള ആളാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി ഒരു വലിയ നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ പോലും പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഉമ്മൻചാണ്ടി അത്ര വലിയ നേതാവാണെന്ന് ഹൈക്കമാൻഡിലിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംഗതി. ഇവിടുത്തെ പ്രശ്നം VM സുധീരൻ രാജിവെച്ചിട്ട് ഇന്ന് 16ാമത്തെ ദിവസമാണ്. 16 ദിവസം വേണ്ടി വന്നു ഒരാൾക്ക് ചുമതല കൊടുക്കാൻ. ഇത് ഇവിടുത്തെ നേതാക്കന്മാരുടെ കൂട്ടല്ല, ഡൊമിനിക് അടക്കമുള്ള ആൾക്കാരുടെ പോരായ്മയല്ല. നമ്മുടെ ഹൈക്കമാൻഡ് എത്ര വേഗത്തിലാണ് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. മണിപ്പൂരിൽ 2 ആളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ BJPക്കാരെ മന്ത്രിസഭ ഉണ്ടാക്കി. കാരണം എന്താ? കോൺഗ്രസ് അവിടെ നിന്ന് എഴുന്നേറ്റ് അനങ്ങി പിടിച്ച് കുളിച്ച് തലമുടിയൊക്കെ ചീകി വരുമ്പോഴത്തേക്കും മറ്റൊരു സത്യപ്രതിജ്ഞ കഴിഞ്ഞു, വിശ്വാസ വോട്ട് നേടിക്കഴിഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. 15 ദിവസം വേണ്ടി വന്നു ഒരു ഏറ്റവും സീനിയർ മോസ്റ്റ് വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കാൻ. ഇല്ലേ, വലിയ തലപോണ കാര്യമാണോ? KPCCക്ക് പ്രഗത്ഭന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. സീനിയർ മോസ്റ്റ് വൈസ് പ്രസിഡന്റാണ് ഹസന് ചുമതല കൊടുക്കാനായിട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ചുമതല കൊടുക്കാം. അല്ലെ, ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗുൽസറിലാൽ നന്ദ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പോലെ ഒരു ചാർജാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. KPCCയുടെ ചാർജ് ഹസൻ വഹിക്കട്ടെ എന്ന് പറയാനായിട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇത്ര ദിവസം കൊടുത്തു. ഞാൻ കുറ്റം പറയല്ല. അപ്പോൾ ഇതിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഡൊമിനിക്കിന് മാത്രമല്ല, എനിക്കും ആഗ്രഹമുണ്ട് നടന്ന് കാണണമെന്ന്. കണ്ട്
91 ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുള്ളൂ, അത് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മയിൽ 77 CM സ്റ്റീഫനും എസ് വരദരാജൻ നായരും തമ്മിലുള്ള മത്സരമായിരുന്നു. അന്ന് വരദരാജൻ നായർ ജയിച്ചു, സ്റ്റീഫൻ തോറ്റു. കർണാറിൻ്റെ നോമിനിയായിരുന്നു സ്റ്റീഫൻ, ഇവരുടെ ആളായിരുന്നു വരദരാജൻ നായർ. അതിനുശേഷം പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇതിൽ ഒരു കാര്യത്തിൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് ഈ ഹസ്സന് ചാർജ് കൊടുത്താണ്. സതീശന് വേണമെങ്കിൽ കൊടുക്കാൻ വരുന്നു, പക്ഷേ ഹസ്സന് കൊടുത്തതിൽ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ലീഗിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയാണ്. അതിന് ഒരു മാറ്റം കോൺഗ്രസ്സിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും, ഇപ്പോൾ CPM പറയാൻ പേരെടുത്ത് പറയാൻ ഒരു പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ ഒരു കരിയുമുണ്ട് ഇല്ല. CPIയിൽ ഞങ്ങൾക്ക് ഒരു ഇസ്മായിലുണ്ട്, ഒരു ഇസ്മായിലുള്ളൂ. മനസ്സിലായി, എല്ലാ പാർട്ടിയിലും ഇതാണ്. RSPയിൽ ഒരു അസീസ് ഉണ്ട്, അസീസ് ഇപ്പോൾ സെക്രട്ടറി ആണ്, അതങ്ങനെ സംഗതി വശാൽ ആയിപ്പോയതാണ്, ഇതായതല്ല. അപ്പോൾ കോൺഗ്രസ്സിൽ ആകെ എണ്ണി പറയാൻ ഒരു ഷാനവാസ്, ഒരു ഹസൻ, പിന്നെ ഒരു ആര്യാടൻ, പിന്നെ വയ്യാതായ നമ്മുടെ തലേക്കുന്നിൽ ബഷീർ, 4 പേരുണ്ട്. കോൺഗ്രസ് പോലും വലിയ പാർട്ടിയിലാണ്. അപ്പോൾ ഒരു സ്പേസ് കൊടുക്കുന്നില്ല. അതിനൊരു മാറ്റമാണ് തീർച്ചയായിട്ടും. ആ ഒരു പോയിന്റിൽ ഞാൻ ഈ ഹൈക്കമാൻഡ് തീരുമാനത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ലീഗിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. ഒരു കാരണവശാലും ആ ഒരു പോയിന്റിൽ അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു. മാത്രമല്ല ഹൈക്കമാൻഡിനെ അനുമോദിക്കുന്നു. ഹസനെ അനുമോദിച്ചിട്ട് കാര്യമില്ല, ഹസൻ ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫസൽ ഗഫൂറിനെ കൂടി ഈ ചർച്ചയ്ക്ക് വിളിക്കേണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ആഞ്ഞടിച്ച് പറഞ്ഞത് ഈ നാട്ടിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടു ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഡൊമിനിക്ക്, ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടു പോകുന്നത് ഈ ലീഗിന് പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളാണ്. നോൺ ലീഗ്, ആൻറ്റി ലീഗ് എന്ന് ഞാൻ പറയില്ല, നോൺ ലീഗായിട്ടുള്ള ദേശീയ മുസ്ലിങ്ങൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ആളില്ലേ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു 50% കൂടുതലുണ്ട്, അവർ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ നിയമനത്തിലൂടെ ഹൈക്കമാൻഡ് നൽകുന്ന സന്ദേശവും അത് തന്നെ ആയിരിക്കുമോ? അതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ എം ഹസനോട് വലിയ എതിർപ്പുള്ള അദ്ദേഹത്തെ ധാരാളമായിട്ട് പരിഹസിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഹസനെ അനുമോദിക്കണം. കാരണം വെച്ചാൽ ഹസൻ ഒരുപാട് കൊല്ലമായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹസൻ KSUവിൻ്റെ പ്രസിഡൻ്റാണ്. ആ സമയത്താണ് ഈ മുസ്ലിം ലീഗിൻ്റെ മറ്റേ ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ആരുടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം പിൻവലിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം പഠിക്കാനുണ്ടായിരുന്നു, 9ാം ക്ലാസ്സിൽ നോട്ട് ഡീറ്റെയിൽഡാണ്. ഭാരതരത്നം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ മുസ്ലിം ലീഗിന് അനുമോദനാർഹമല്ലാത്ത ചില പരാമർശങ്ങളുണ്ട് എന്ന കാരണത്താൽ ഈ പുസ്തകം പഠിപ്പിക്കേണ്ട എന്ന് ആര് തീരുമാനിച്ചു? ചാക്കിരി അഹമ്മദ് കുട്ടി തീരുമാനിച്ചു. അതിനെതിരെ ഹസൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. അന്ന് ഹസൻ KSUവിൻ്റെ പ്രസിഡൻ്റാണ്. അന്നാണ് നമ്മളൊക്കെ ഹസൻ്റെ പേര് കാര്യമായിട്ട് കേൾക്കുന്നത്. അന്ന് തൊട്ടേ അദ്ദേഹം നേതാവാണ്, വലിയ നേതാവാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അതനുസരിച്ചുള്ളൊരു ഉയർച്ച ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും മന്ത്രിയായി ഒരു മുതിർന്ന നേതാവ്, സീനിയറായിട്ടുള്ള ആൾ, സീനിയർ മോസ്റ്റ് വൈസ് പ്രസിഡന്റ് ചാർജ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. അത് 15 ദിവസം മുമ്പ് കൊടുക്കണ്ടായിരുന്നു. നമുക്ക് അതിലുള്ള ആക്ഷേപം. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ഹസന് ഈ ചുമതല നൽകിയത് ഹസൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു, എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും എൻ്റെ പേര് ഹൈക്കമാൻഡിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ചുമതലയിലേക്ക് ഞാൻ വരുന്നത്, അതുകൊണ്ട് എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ എന്നത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്, അതാർക്കും നിഷേധിക്കാൻ കഴിയുകയുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഐ ഗ്രൂപ്പിന്റെ ഈ വിഷയത്തിലൊരു സമീപനവും ഹസന് അനുകൂലമായിരുന്നോ? എല്ലാ നേതാക്കളും പറഞ്ഞ ഒരു പേര് ഹസന്റേത് മാത്രമായിരുന്നോ താങ്കളുടെ അറിവിൽ? ഗ്രൂപ്പ് ഒന്നും അല്ലായിരുന്നു, ഇതൊരു സീനിയർ വൈസ് പ്രസിഡന്റ്, KPCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ്, 4 വൈസ് പ്രസിഡന്റുമാരുള്ളത്. അതിൽ സീനിയർ ആയിട്ടുള്ള ആള് ശ്രീ MM ഹസനാണ്. അദ്ദേഹത്തിന് ചുമതല കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ ചോയ്സ് ആണ്. അതിനകത്തൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോയ്സ് ആയിട്ട് വന്നതുകൊണ്ട് അത് അദ്ദേഹത്തെ തീരുമാനിച്ചു ഹൈക്കമാൻഡ് തൽക്കാലത്തേക്ക് പാർട്ടിയുടെ ചുമതല കൊടുത്തിരിക്കുന്നു. അതിനപ്പുറത്തുള്ള വേറൊരു കാര്യവും ഇല്ല. അദ്ദേഹം പാർട്ടിയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. ഒട്ടനവധി ചുമതലകൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന മറ്റനവധി ചുമതലകൾ മന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ വളരെ സീനിയർ ആയിട്ടുള്ള, കേരളത്തിൽ അറിയപ്പെടുന്ന, ഒരു കാലഘട്ടത്തിലെ വലിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ വലിയ വിപ്ലവകരമായ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരവ് എപ്പോഴും പാർട്ടി സ്വാഗതം ചെയ്യുന്നു, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു സ്ഥിരം പ്രസിഡന്റിന് വരുന്നത് വരെയുള്ള ചുമതല എന്നതാണ് നമുക്ക് ഈ താൽക്കാലിക ചുമതലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥിരം പ്രസിഡന്റ് എപ്പോൾ വരും, എങ്ങനെ വരും എന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അങ്ങേയറ്റം ശക്തമായി വാദിക്കുകയാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളും. ആ നിലയ്ക്കായിരിക്കുമോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വേഗത്തിലുണ്ടാകും. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശ്രമിക്കാൻ പറ്റുന്ന സമയമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പെട്ടെന്നിങ്ങ് വരികയാണ്.
അത് കഴിഞ്ഞാൽ വീണ്ടും മറ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ അതിനിടയിൽ നടക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്നത് അത്ര അകലെയൊന്നുമല്ല. തന്നെയുമല്ല, സംസ്ഥാനത്ത് സർക്കാരിനെതിരെ സമരം നടത്തുക എന്നത് അത് വേഗത്തിൽ തുടങ്ങണമെന്ന് നേതാക്കളൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനൊക്കെ നേതൃത്വം വഹിക്കേണ്ടുന്ന ആളാണ് ഇനി വരേണ്ടത്. അതായത് ഈ താൽക്കാലിക നിയമനം എന്നത് അതങ്ങ് നീണ്ടുപോകുമോ എന്നതാണ് ഒന്ന്. രണ്ട്, ഈ സ്ഥിരം നിയമനം എന്നത് എപ്പോഴുണ്ടാകും, അത് എങ്ങനെയായിരിക്കും? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ധാരണ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? സ്ഥിരം നിയമനം ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പാണ്. പാർട്ടി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അതിന്റെ ഡ്യൂ ആണ്. പക്ഷേ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അതിന് അല്പം സമയം ചോദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിക്കുകയാണ് എങ്കിൽ അടുത്ത വർഷമേ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. അതുവരെ എന്ത് വേണം? ഇപ്പോൾ ശ്രീ എം എം ഹസനെ നിയോഗിച്ചിരിക്കുന്നത് മലപ്പുറം തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയുള്ള, കാരണം നേതാക്കന്മാർക്ക് ഡൽഹിയിൽ പോകാനും സംസാരിക്കാനുള്ള സമയവും സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് പാർട്ടി വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായി ഇത് ചുമതല കൊടുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതാക്കന്മാരുമായി സംസാരിച്ച് ശ്രീ ഹസൻ തുടരണമോ അതോ മറ്റു സംവിധാനങ്ങൾ വേണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചന നടക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും പാർട്ടിയുടെ ഇലക്ഷൻ വരെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എം എം ഹസൻ തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പോൾ സാധ്യത കൂടുതൽ, അതായത് താങ്കൾ പറയുന്നത് സാധ്യത കൂടുതൽ വളരെ കുറച്ച കാലത്തേക്ക്, അതായത് ഒരുപക്ഷെ ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരിക്കൽ കൂടി നേതാക്കൾ ഒന്നിച്ചിരുന്ന് ഹസൻ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതായത് വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ളതായിരിക്കും ഈ നിയമനമെന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ പാർട്ടി വൈസ് പ്രസിഡന്റ് ചുമതല കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ലീഡേഴ്സുമായിട്ട് ഒരു വട്ടം കൂടി ഡിസ്കഷൻ നടക്കും. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഇപ്പൊ പാർട്ടി സ്വാഭാവിക അല്ലേ പറയുന്നത് നാച്ചുറൽ ചോയ്സ് എന്നുള്ള നിലയിൽ സീനിയർ വൈസ് പ്രസിഡന്റ് ചുമതല കൊടുത്തിരിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ്, ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് ഫൈനലായിട്ടുള്ള തീരുമാനം വരികയുള്ളൂ. അതല്ല എങ്കിലൊരു പക്ഷേ അടുത്ത പാർട്ടി ഇലക്ഷൻ വരെ ഹസൻ തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശരി, താങ്കൾ ദയവായി തുടരണം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എത്രത്തോളം പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ശ്രീ എം എം ഹസന് മുന്നിലുണ്ട്? പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ പോഷക സംഘടനകളുണ്ട്. ഇപ്പോൾ KSUവിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നമുക്ക് അതിലേക്ക് കടക്കേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങൾ, പാർട്ടിക്ക് പത്രമുണ്ട്, അതിന് ചാനലുണ്ട്, സംഘടന മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകണം. VM സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അന്ന് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എത്രത്തോളം വലിയ വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ച്? കേരളത്തിൽ ഭരണമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് തൽക്കാലത്തേക്കെങ്കിലും ചുമതല എന്ന് പറയുന്നത്. ആർക്കും അറിയില്ല എത്ര നാൾ ഉണ്ടാകും, എത്ര കാലം അത് മുന്നോട്ട് പോകുമെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലൂടെയല്ലേ സംസ്ഥാനത്തെ കോൺഗ്രസിനെ എം എം ഹസനെ നയിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഇത് വളരെ പ്രയാസകരമായ ഒരു കാലത്തിലൂടെ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങ് പറഞ്ഞ പോലെ പത്രം നടത്തിക്കൊണ്ട് പോകണം, ചാനൽ നടത്തിക്കൊണ്ട് പോകണം, അതുപോലെ പാർട്ടിയുടെ ദൈനംദിനമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. സ്വാഭാവികമായിട്ടും അതുൾപ്പെടെ ഇപ്പം ഹസൻ തന്നെയാണ് ഞങ്ങളുടെ ജയ്ഹിന്ദ് ചാനലിൻ്റെ ചെയർമാനല്ല, അദ്ദേഹം MD ആണ്. അതുപോലെ പത്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഭാഗത്തുള്ളപ്പോൾ തന്നെ സംഘടനയെ ഒരു നല്ല എണ്ണ ഒഴിച്ച് ഒരു റീജനറേഷൻ കൊടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഇതിൽപ്പെടുന്നത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസൻ വളരെ പഴയ പാരമ്പര്യമുള്ള ഒരു ഹസനുള്ള ചില റെക്കോർഡുള്ള ആളാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് മെമ്പർ ഹസൻ, ആദ്യത്തെ, അതിനുശേഷം പിന്നീട് വന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, KSU പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം വഹിക്കാത്ത പദവികൾ ചുരുക്കമാണ്. പക്ഷേ അതുപോലെ അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ മാത്രമല്ല, നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു മതേതര മുഖമുണ്ട് കോൺഗ്രസ്സിന്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഹസൻ. ഇവിടെ നേരത്തെ ആരാ പറഞ്ഞിരിക്കുക, ജയശങ്കർ പറഞ്ഞല്ലോ, MLA-മാർ. സാധാരണ കഴിഞ്ഞ നിയമസഭയിൽ കോൺഗ്രസിന് 6-8 മുസ്ലിം MLA-മാരുണ്ടായിരുന്നു. ഇത്തവണ കുറവാണ്, കുറച്ചാണ്. അപ്പോൾ കോൺഗ്രസ് എപ്പോഴും ലീഗിന് സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എപ്പോഴും ഒരു നല്ല ഒരു പ്രാതിനിധ്യം എല്ലാ ജില്ലകളിലും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 2 സീറ്റ് 2 MLA വന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം MLA-മാർ. അതുപോലെ ആലപ്പുഴ കൊടുത്തിട്ടുണ്ട്, കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ പ്രാവശ്യം 2 പേരുണ്ടായിരുന്നു.
പാലക്കാട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്നും ഈ ഇങ്ങനെയുള്ള അതർ ദാൻ മറ്റ് സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ നിലയ്ക്ക് തന്നെ ഹസൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു ചാർജ് കൊടുക്കലിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളി നേടാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇപ്പം വാഴക്കം പറഞ്ഞല്ലോ, എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര കാലം കൊടുക്കുന്നു അത്രയും കാലം പാർട്ടിയെ നന്നായി കൊണ്ടുപോകാനും ഒരു പുതിയ ശക്തി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് എൻ്റെ വിശ്വാസം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇപ്പോൾ നേരത്തെ എ ഗ്രൂപ്പ് ഇത്തരം ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. എം ഹസന് താൽക്കാലിക ചുമതല നൽകാം. അതിൽ അത്തരമൊരു നിർദ്ദേശം രമേശ് ചെന്നിത്തലയുമായി ഉമ്മൻചാണ്ടി സംസാരിച്ചപ്പോൾ രമേശ് അതിനെ എതിർത്തു എന്നതാണ് മാധ്യമ വാർത്തകൾ, പുറത്തു വന്ന വാർത്തകൾ. ആ നിലയ്ക്ക് ഹസനെ താൽക്കാലിക ചുമതല കൊടുക്കുന്നതിനോട് ഐ ഗ്രൂപ്പിന് വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഐ ഗ്രൂപ്പ് ആരുടെയെങ്കിലും പേര് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരുടെയെങ്കിലും പേര് പറയാതിരുന്നത് ഒരു തന്ത്രപരമായ സമീപനമായിരുന്നു എന്നും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഐ ഗ്രൂപ്പിന് കൂടി സ്വീകാര്യനായ ഒരു KPCCയുടെ താൽക്കാലിക പ്രസിഡന്റാണ് എം ഹസൻ എന്ന ഒരു പൊതു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ സാധ്യമാണോ? ആ രീതിയിലൊരു വിലയിരുത്തൽ സാധ്യമാകില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ VM സുധീരൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് KPCC ഓഫീസിൽ, അതായത് ഇന്ദിരാഭവനിൽ തന്നെ VM സുധീരനെ ആക്ഷേപിച്ചുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, എതിർത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ. പത്രസമ്മേളനം നടത്തിയ ആളാണ് ഹസൻ. പിന്നെ നമ്മുടെ VD സതീശനും ബൽറാമും ഹൈബി ഈഡനും എല്ലാം കൂടി ചേർന്ന് ഹരിത MLA-മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇത് ഗ്രീൻ പൊളിറ്റിക്സ് അല്ല ഗ്രീഡി പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ കുത്തുവാക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരല്ല പ്രവർത്തകർ അംഗീകരിക്കും. നേതാക്കന്മാർക്ക് ആ രീതിയിൽ രുചിച്ചു എന്ന് വരികയില്ല. പക്ഷേ ഇത് വളരെ നാച്ചുറൽ ചോയ്സാണ്. വാഴക്കം പറഞ്ഞ പോലെ പ്രസിഡന്റ് സ്ഥാനത്യാഗം ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഏറ്റവും അടുത്ത ആളെ പിടിച്ചിട്ട് ആ സ്ഥാനം ഏൽപ്പിക്കുക എന്നുള്ളത് വെറും സാധാരണ നടപടിക്രമം മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഹസനെ നിയമിച്ചാൽ ആ ഒരു തെറ്റുമില്ല. ഹസനെ തന്നെയാണ് നിയമിക്കേണ്ടിയിരുന്നത്. അതിന് 15 ദിവസം വൈകി എന്നുള്ളത് മാത്രമേ നമുക്ക് അതിൽ പരാതിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് ഈ കാലതാമസം ആ രീതിയിലുണ്ടായി. ഇപ്പോഴാണെങ്കിൽ പോലും ഹസന് കൊടുത്തത് നന്നായി. ഇപ്പോൾ ഹസന് കൊടുക്കാതെ സതീശന് കൊടുത്താൽ അത് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തും. മാത്രമല്ല ഹസനെ അത് വലിയ ഹൃദയവേദനയ്ക്കിടയാക്കും. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും. അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വാഴക്കം പറഞ്ഞ പോലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പുനർവിചിന്തനം നടത്തി ഒരാളെ താൽക്കാലിക നിലയിൽ തന്നെ വീണ്ടും പ്രസിഡൻ്റായിട്ട്, താൽക്കാലിക പ്രസിഡന്റ് ഇത് ചുമതലയാണ്, ചാർജ് ഒരാൾ കൊടുക്കും. ഗുൽസാരിലാൽ നന്ദ വന്ന പോലെയാണ്. ഇനി ഒരു താൽക്കാലിക പ്രസിഡന്റ് വരും. അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നടക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അത് എന്ന് നടക്കും എന്ന് ചോദിച്ചാൽ നമ്മളത് ഇങ്ങനെ 2 കൈ വളർത്തി കൊടുക്കാനേ വരുള്ളൂ. ഞാനിപ്പോൾ ഡൊമിനിക്കിനും ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഡൊമിനിക്കിനും അറിയാം, എനിക്കും അറിയാം, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. കോൺഗ്രസിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ രമേശിനെ തന്നെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത രംഗം ഓർമ്മയുണ്ട്. അത് വളരെ രസമായിരുന്നു. താഴത്തെ ഘടകങ്ങളോട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വെച്ചാൽ സമവായമാണ്, വോട്ടിംഗ് അല്ല. നടത്തി ഏറ്റവും അവസാനം ഇവിടുന്ന് രമേശിൻ്റെ പേര് നമ്മളൊരു താലത്തിൽ വെച്ച് ICCയിൽ കൊടുക്കുകയാണ്. അത് സോണിയാഗാന്ധി രമേശിനെ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, രമേശ് പ്രസിഡൻ്റാവും. അങ്ങനെയാണ് രമേശ് പ്രസിഡൻ്റായിട്ട് പിന്നെ 8.5 കൊല്ലം പ്രസിഡൻ്റായിട്ടിരുന്നു. അങ്ങനെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി. അത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പൊന്നും പറയാം, മറ്റു രീതിയിലും പറയാം. പക്ഷെ അതല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ സംഘടനാ തെരഞ്ഞെടുപ്പായിട്ട് മാറും. ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുന്നത് ഈ AK ആന്റണിയും വയലാർ രവിയും തമ്മിൽ നടത്തിയ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നല്ലോ 91-ലെ. അതിന് സമാനമായ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കോൺഗ്രസിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ പാർട്ടി മിഷനറി ഒന്ന് സജീവമാവുകയുള്ളൂ. ഞാൻ ഉമ്മൻചാണ്ടി മോശപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി അത് വെച്ചത് അല്ല, തെരഞ്ഞെടുപ്പ് നടത്തി ഉമ്മൻചാണ്ടി ജയിക്കുമെന്നുള്ള വേറെ ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് ഇത് കേട്ടു വരാം, അത് വേറെ കാര്യമാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു ചീട്ട് കളിയായിട്ട് സങ്കല്പിക്കുക. ഒരു ചീട്ട് ഇറക്കുക, അത് തുറുപ്പ് ഗുലാനാണ്. തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞാൽ സുധീരൻ മാറണം, തെരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റ് വരണം എന്നുള്ളതാണ്. സുധീരൻ അത് തന്നെ ഉദ്ദേശിച്ചത്. സുധീരൻ രാജിവെക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും പ്രസിഡന്റായിട്ട് വരരുത്. മനസ്സിലായി? ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുമോ? ഇവരെല്ലാവരും കൂടി ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടിക്ക് പ്രസിഡന്റ് ആവാൻ പറ്റില്ല. കാരണം എന്താ? ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മാത്രമേ ഉമ്മൻചാണ്ടിക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞ ആളാണ്. തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഒന്നിലൂടെയും ഉമ്മൻചാണ്ടിക്ക് പ്രസിഡന്റായിട്ട് വരാൻ പറ്റില്ല. അതാണ് സുധീരൻ വളരെ ബുദ്ധിയായിട്ട് രാജിവെച്ചത്. ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിജയകുമാറെ, ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് എനിക്കും അറിയാം, വിജയകുമാറിനും അറിയാം, ഡൊമിനിക്കിനും അറിയാം, ഉമ്മൻചാണ്ടിക്കും അറിയാം. പക്ഷേ അത് സുധീറിനും അറിയാം. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വെച്ചാൽ ICCക്ക് നടത്താൻ പറ്റില്ല. വേറെ പല കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇവർക്ക് ഈ കേരളം മാത്രമല്ലല്ലോ, രാജ്യത്ത് വേറെ 29 സംസ്ഥാനങ്ങളില്ലേ, 28 സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് കേരളം കൂടാതെ. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. അവിടെ പല സ്ഥലത്തും ഇപ്പോൾ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോണ്. അത് കഴിയുമ്പോൾ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ്. ഇത് 2 കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. അത് കഴിയുമ്പോഴത്തേക്കും
മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് വരും. അപ്പോഴത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ കേന്ദ്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ പോരല്ലോ. അത് കഴിയുമ്പോഴേക്കും ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അത് കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ എങ്ങനെ പോയാലും തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു ഷെഡ്യൂളാണ് മുമ്പിൽ നിൽക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി അർമാദിക്കാൻ പറ്റിയൊരു അവസ്ഥയിലും അല്ല നിൽക്കുന്നത് അഖിലേന്ത്യയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു ഉളുക്ക് വെച്ചതാണ് സുധീരൻ. അദ്ദേഹം വളരെ ബുദ്ധിയായിട്ട് സ്ഥാനത്യാഗം ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ KPC പ്രസിഡന്റ് ആകാനും പറ്റില്ല. കാരണം പുള്ളി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആവശ്യപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു താൽക്കാലിക പ്രസിഡന്റായിട്ട് വരാൻ പറ്റുമോ? MM ഹസൻ എന്ന് പറഞ്ഞാൽ പണ്ട് K മുരളീധരൻ രാജിവെച്ചപ്പോൾ ഒരു 20 ദിവസത്തേക്കോ 2 മാസത്തേക്ക് PP തങ്കച്ചേരി ചാർജ് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രമേശിനെ മോളിൽ നിന്ന് കൊണ്ടുവരാൻ ചെയ്ത്. അതുപോലെ ഒരു താൽക്കാലിക പ്രസിഡന്റാണ് അദ്ദേഹം. താൽക്കാലിക പ്രസിഡന്റായിട്ട് ഇരിക്കട്ടെ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും എല്ലാവരും ഡൽഹിക്ക് പോകും. പിന്നെ AICC പ്രതി ഇങ്ങോട്ട് വരും. പിന്നെ ആലോചിക്കും. പിന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും ആലോചിച്ചിട്ട് ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരും. അത് മിക്കവാറും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഞാൻ ജാതി പറയാനായിരിക്കരുത്. കോൺഗ്രസിൻ്റെ ഒരു പെർമുട്ടേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ AIC ലീഡർ, അതായത് പാർലമെൻ്ററി പാർട്ടി ലീഡർ രമേശ് ആയതുകൊണ്ട് മറുഭാഗത്ത് ആ ഇക്വലിബ്രിയം പറഞ്ഞല്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രബല സമുദായം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നമ്മളിത് പറഞ്ഞാൽ ആരും ആക്ഷേപം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ, ഒരു സീനിയർ നേതാവ്, അത് KB തോമസ് ആകാം. തോമസ് ഉമ്മൻചാണ്ടി ആയിക്കൂടാ? ഉമ്മൻചാണ്ടി ആവുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് തെരഞ്ഞെടുപ്പിൽ നിന്നല്ലേ പറ്റുള്ളൂ. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുക. ഉമ്മൻചാണ്ടിക്ക് ഒരു അയോഗ്യതയിലും ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും യോഗ്യൻ, ഒരു സംശയമില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ പ്രസിഡന്റ് ആവാൻ പറ്റൂല. ഉമ്മൻചാണ്ടിയാൽ റെസ്റ്റ് പിടിക്കാറ്റെന്ന് പറയും ഞങ്ങൾ നിയമഭാഷയിൽ. ഉമ്മൻചാണ്ടിക്ക് എസ്റ്റോപ്പിൽ റെസ്റ്റ് പിടിക്കാറ്റ് ഒരു സമയത്തുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞു പോയി എസ്റ്റോപ്പിലാണ്. തെളിവ് നിയമത്തിലുള്ള ഒരു സാധനമാണ് എസ്റ്റോപ്പൽ. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു എന്താണ്, തെരഞ്ഞെടുപ്പ് നടത്തണം, തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ പറ്റില്ല. അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് കൊടുക്കുന്ന ആ ഒറ്റ പോയിന്റിൽ പുള്ളി പറഞ്ഞതിന് വിപരീതമായി. അവിടെ എനിക്കുള്ള സംശയം, ഉമ്മൻചാണ്ടിക്ക് KB തോമസ് മാസ്റ്റർ യാതൊരു പരാധീനതയില്ല. പുള്ളിക്ക് വെറുതെ സോണിയാജി എടുത്ത് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ പുള്ളിയെ നിയമിക്കും. പക്ഷേ അങ്ങനെയാണോ ഡൊമിനിക് പ്രസന്റേഷൻ? താങ്കൾ പറയൂ, ഈ ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയുടെ അധ്യക്ഷനാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന പിടിവാശി അങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ട് അതൊരു അയോഗ്യതയാകുമോ? പാർട്ടി ഹൈക്കമാൻഡ് പറയുകയാണ് ഒരു സ്ഥിരം നിയമനം ഉണ്ടാകണം, കേരളത്തിൽ ഉമ്മൻചാണ്ടി പദവി ഏറ്റെടുക്കണമെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കില്ല, തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ ഞാൻ അധികാരത്തിലേക്ക് വരൂ, പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി മാറി നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞതറിയോ, ഉമ്മൻചാണ്ടി ഇപ്പോഴല്ല, ഉമ്മൻചാണ്ടി നേരത്തെ തൊട്ട് പറയുന്നതാണ് പാർട്ടി കാലാകാല ഇലക്ഷൻ നടത്തണം. ഇപ്പോൾ ജയശങ്കർ പറഞ്ഞ മാതിരി എല്ലാ ഇലക്ഷൻ നടത്തിയാൽ മതിയാവും. ഒന്ന് ഇലക്ഷൻ കമ്മിറ്റി സ്ട്രിക്റ്റ് ആണ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ റെക്കഗ്നേഷൻ എടുത്തോളെന്ന് പറയും. ഇപ്പം തന്നെ ഇൻട്രസ്റ്റ് ഈ പേപ്പറിൽ ഇലക്ഷൻ ഉണ്ടായാൽ മതിയല്ലോ, സംഘടനയ്ക്ക് പുതിയ തലപ്പത്ത്. അല്ല അങ്ങനെ പറ്റില്ല. അവരുടെ ഓരോ സിസ്റ്റത്തിൽ നമ്മൾ ലിസ്റ്റ് കൊടുക്കണം. അവർക്ക് പഴയ മാറ്റിയല്ലല്ലോ, അവർ ഓരോ ലിസ്റ്റ് വയ്ക്കുക, ഓരോ സ്റ്റേറ്റ് പകുതി സ്റ്റേറ്റിലെങ്കിലും ഇലക്ഷൻ നടത്തിയാൽ മതിയാവും. കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഇപ്പോഴത്തൊട്ടല്ല, ഉമ്മൻചാണ്ടി എന്നും പറയും. ഇപ്പോൾ നിങ്ങൾ KSU ഇലക്ഷൻ സംഘടന എന്ന് പറഞ്ഞില്ലേ ജയശങ്കരൻ, ഞാൻ നമ്മുടെ മക്കളേക്കാൾ ചെറിയ പിള്ളേരാണ്, ഞാൻ ചുമ്മാ അതിൽ പോയത്. എന്തുമാത്രം പുതിയ പിള്ളേരാണ് വരുന്നറിയോ? 100-300 പെൺകുട്ടികളൊക്കെ 1900 പേര് ഇവിടെ വോട്ട് ചെയ്യാൻ എറണാകുളത്തോട്ട്. ഒരു 10-300 പെൺപിള്ളേരാണ്, എല്ലാം കോളേജിൽ പഠിക്കുന്ന മിടുക്കി പിള്ളേരാണ് വരുന്നത്. ഞാൻ പറയാം അവർക്കൊരു കോൺഗ്രസ് താല്പര്യമായില്ലേ, KSU താല്പര്യമായില്ലേ. ഞാൻ പറയാം അതുകൊണ്ട് ഒരു എലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി പുതിയ ആൾക്കാർ വരും. മെമ്പർഷിപ്പ് കൊടുത്താൽ ഉമ്മൻചാണ്ടി ആ സ്റ്റാൻഡ് എന്നും. പിന്നെ ഈ പറഞ്ഞ മാതിരി നാളെ ഇപ്പോൾ ഹൈക്കമാൻഡ് വിളിച്ചിട്ട് ആവണം എന്ന് പറയുമ്പോഴേക്കും അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ സ്റ്റിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹൈക്കമാൻഡ് വിളിച്ചിട്ട് നിങ്ങൾ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ പുള്ളി താൽക്കാലിക പ്രസിഡന്റ് ആവില്ല, പക്ഷേ ഒരു സ്ഥിരം രണ്ട് കാര്യമുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഈ ഇലക്ഷനും അദ്ദേഹം പറഞ്ഞു തോറ്റാലും ജയിച്ചാലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്. അതൊരു നോക്കണ്ടേ, ഒരാൾ പറയുമ്പോഴേ വേറൊരു ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ അതിനെ നയിക്കുക എന്നുള്ളത് വേറൊരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത പറയുന്ന ആൾ. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യം എന്നറിയോ, ഉമ്മൻചാണ്ടി എന്നും ഈ പാർട്ടി തലങ്ങൾ അങ്ങനെ ഇരുപത്താളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 72 വിശ്വാമ്പക്കിൽ KPC പ്രസിഡന്റ് വന്ന ഇലക്ഷനിൽ KPC സ്ട്രിക്റ്റ് ആണല്ലോ അന്ന് ജില്ലയിൽ നിന്ന് ഒരാളെ വരാൻ പറ്റുള്ളൂ, കോട്ടയം. അപ്പോൾ നമ്മുടെ MC അബ്രഹാം പഴയ അവറാച്ച വന്ന് കിടന്ന കാര്യപ്പോഴേക്കും ഉമ്മൻചാണ്ടി മാറി അവറാച്ച KPC എക്സിക്യൂട്ടീവ് മെമ്പറായി. അപ്പോൾ ഈ KPC എക്സിക്യൂട്ടീവ് ദിവസം ഉമ്മൻചാണ്ടി കോട്ടയം നിന്ന് എറണാകുളത്ത് വരുന്നറിയോ, നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് പോയില്ലേ. അപ്പോൾ അങ്ങനെ പോലും മാറിക്കൊടുത്ത് നിന്നൊരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒന്നും അല്ലെങ്കിൽ എല്ലാമാണ്. അത് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റും ഈ
ഇപ്പം തന്നെ മലപ്പുറത്ത് ദിവസങ്ങൾ പുള്ളി അവിടെയാണ്. ആ പുള്ളി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഓരോ കാര്യത്തിലും. ഞാൻ വരാം. ഞാൻ ശ്രീ പി സി ജോർജ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, MM ഹസന് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകിയ വിഷയത്തിൽ താങ്കൾക്ക് ഒരു അഭിപ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തതായി ഞാൻ കണ്ടു. താങ്കൾ എങ്ങനെയാണ് അത് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ചിരി വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ചർച്ച ഇപ്പൊ അത് ഉടനെ കേട്ടോ. ഇപ്പൊ യഥാർത്ഥത്തില് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആള് വരുമ്പോ ആര് വേണമെന്നുള്ള ചർച്ച വരുമ്പോ അത് ഉമ്മൻചാണ്ടി ആളായിട്ടൊന്നും വെച്ചതല്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഒരു നായരാണ്. അപ്പൊ ഒരു നായരായ VD സതീശനെ വെക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ആരെ വെക്കും? അതുകൊണ്ട് ഹസനെ പിടിച്ചു വെച്ചു. ഹസൻ ഒരു ദേശാടന പക്ഷിയുമാണ്. പിന്നെ ഒരു ഗുണമുണ്ട്, ഇതൊക്കെ കോൺഗ്രസിന്റെ വിനാശകാല വിപരീത ബുദ്ധി എന്ന നിലയിലാണ്. കോൺഗ്രസിന് ഇന്ന് വരെ ഉണ്ടായൊരു ഏറ്റവും വലിയ അപജയമുള്ള നാളായത്. ഈ നാളുകളാണ് കടന്നു പോകുന്നത്. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാക്കാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ്, ഇത് ഹൈക്കമാൻഡൊക്കെ ലോ കമാൻഡായി. ഹൈക്കമാൻഡ് ഇപ്പോൾ ആകെപ്പാടെ 5 സ്റ്റേറ്റിലായി കോൺഗ്രസ് ഉള്ളത്. അത് ഏറ്റവും ചെറിയ സ്റ്റേറ്റ്, അത് ഏറ്റവും വലുതാണ് കേരളം. ആ കേരളത്തിൽ എന്തേലും ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ ആരുടെ ഇത് എഴുതിയിട്ടോ ദേശാടന പക്ഷി എന്ന് ഹസനെ വിളിച്ചത് ഞാനല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഹസൻ ഈ സ്ഥാനത്ത് വന്ന് ലിക്വിഡേഷൻ, എന്റെ ഒരു വിശ്വാസം കോൺഗ്രസിന്റെ ലിക്വിഡേഷൻ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ഹസനെ വെച്ചിരിക്കുന്നുള്ളതല്ലാതെ ഒരു ഗുണവും കിട്ടുകയില്ല. ഹസൻ എവിടെ പോയി? കായംകുളത്ത് MLA ആയി, മത്സരിച്ചല്ലോ, പിന്നെ അങ്ങോട്ട് കയറിയിട്ടുണ്ടോ? അതാണ് ദേശാടന പക്ഷി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിനെ നന്നാക്കാനുള്ള പോക്കല്ല, കോൺഗ്രസിനെ തീർക്കാനുള്ള പോക്കായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യാതൊരു സംശയം എഴുതിയിട്ടുള്ളൂ, കോൺഗ്രസിന്റെ കഷ്ടകാലമാണിത്. കോൺഗ്രസ് ലിക്വിഡേഷനിലെത്തും. അത് ശ്രീ പി സി ജോർജ്, ഇവിടെ ഇപ്പോൾ നിലവിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റുമാരിൽ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും മുതിർന്നയാളാണ് ഹസൻ. അദ്ദേഹത്തിന് താൽക്കാലിക ചുമതല കൊടുത്തു. ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ് കേരളത്തിൽ. സ്വാഭാവികമായും ഒരാൾക്ക് ചുമതല കൊടുക്കണം. അങ്ങനെ ചുമതല കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇതിനെ കോൺഗ്രസിനെ തകർക്കുന്ന ഒരു തീരുമാനമാകുക? എന്താണ് ഹസന്റെ അയോഗ്യതയായി താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഹസന്റെ അയോഗ്യയായി ഞാൻ കാണുന്ന കാര്യം, ഹസൻ ഇന്ന് വരെ എഴുതിയിട്ടോളൂ, ഇന്ന് വരെ ഓരോരുത്തെങ്കിലും ഉറച്ചു നിന്നതായി ഞാൻ കേട്ടിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഹസനെ സംബന്ധിച്ചിടത്തോളം ഹസന് ഉറച്ചു നിൽക്കുകയില്ല. ഹസൻ നിൽക്കുന്നിടത്ത് സ്ഥലം വിടും. ഒരിക്കലും ഒന്ന് ആലോചിച്ചോളൂ, MLA ആയിട്ട് ഏതെങ്കിലും ഒരു നിയമമുള്ളത് ഉറച്ചു നിന്നു വന്നേ അദ്ദേഹം, പിന്നെ നിയമത്തോട് കയറിയോ? അതാണ് ദേശാടന പക്ഷി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് ചാർജ് കിട്ടിയിരിക്കുക. അങ്ങനെ അതൊരു വലിയ സ്ഥാനമായിട്ട് അലങ്കാരമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതല്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എനിക്ക് നല്ലോണം അറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമെന്നോട് പറയുക. അദ്ദേഹം വളരെ സന്തോഷമായി ഒരു ആഘോഷമായി ഇത് കൊണ്ടു നടക്കുന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ലിക്വിഡേഷന് വേണ്ടി MM ഹസനെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചത് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ലിക്വിഡേഷൻ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ തീർത്തെടുക്കുകയാണ്. ഏത് കഷ്ടകാലം തന്നെ എന്താ പറയുന്നത്? ഇന്ത്യ ഈ മഹത്തായ ഭാരതത്തിൽ രാജ്യം മുഴുവൻ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് പിടിച്ചിരുന്ന കോൺഗ്രസിന്റെ ഗതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി കോൺഗ്രസ് രക്ഷയില്ല. കോൺഗ്രസ് തിരിച്ചുവിട്ട് മറ്റ് ജനാധിപത്യ കക്ഷികൾക്ക് ശക്തി പകരുന്നതിനെ പറ്റി ആലോചിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായ നന്നായി. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ പറഞ്ഞതൊക്കെ ഒരു അയോഗ്യതയാണോ? ഒരു രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറത്തേക്ക് അയോഗ്യതയാണോ? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഒരിടത്ത് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്താൽ പിന്നീട് ആ സ്ഥലത്തേക്ക് പോകാറില്ല. ദേശാടന പക്ഷി എന്ന് വിളിച്ചത് PC ജോർജ് അല്ല, അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് പലരും എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഈ സംഘടനയെ ഇങ്ങനെ കരുത്തുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ജനപിന്തുണ എന്നത് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? ഈ പറഞ്ഞത് ആരാണ്? PC ജോർജ് അല്ലേ? PC ജോർജിൻ്റെ വാക്ക് നിങ്ങൾ തന്നെ കൊടുക്കാറില്ല. PC ജോർജ് കഴിഞ്ഞ ആഴ്ച എന്ത് പറഞ്ഞു, ഈ ആഴ്ച എന്ത് പറയുന്നു? അപ്പം ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ ചാനൽ തന്നെ ഞാൻ കണ്ടു അദ്ദേഹം നേരത്തെ മാണി സാറിനെ കുറിച്ച് പറഞ്ഞത്, പിന്നീട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ PC ജോർജിൻ്റെ വാക്കിന് നിങ്ങൾ അദ്ദേഹത്തിൽ അഭിപ്രായം ചോദിക്കാൻ വിളിച്ചവരുടെ ശരിയായ അഭിപ്രായം എനിക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ഈ പൂച്ചയ്ക്ക് എന്താ ഇരിക്കുന്ന കാര്യം,
അതങ്ങനെ തള്ളിക്കളയാണ്, അത് പോയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഹസനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹസൻ 80-ലും 82-ലും ജയിച്ചത് കഴക്കൂട്ട് ടഫ് സീറ്റായിരുന്നു. ഹസൻ ആദ്യം MLA വന്നത് LDF-ലാണ്. പിറ്റേ പ്രാവശ്യം 82-ൽ അദ്ദേഹം UDF ആയിട്ട് അവിടെ ജയിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം 87-ലും 91-ലും ട്രിവാൻഡ്രം വെസ്റ്റിന് അയച്ചു. അത് ലീഗ് ആ സീറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മത്സരിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം 4 പ്രാവശ്യം നിയമസഭയിൽ വന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കായംകുളത്ത് മത്സരിച്ചു, അത് അവിടെ സീറ്റില്ലാതെ വന്നു. അതല്ലാതെ പിന്നെ വേറൊന്നുണ്ട്, എല്ലാവർക്കും എല്ലായിടത്തും മത്സരിക്കാൻ പറ്റുമോ? ഹസൻ 3 കോൺഗ്രസ് ജയിച്ചാലാണ്. കഴക്കൂട്ട് 2 പ്രാവശ്യം ജയിച്ചു, വെസ്റ്റ് 2 പ്രാവശ്യം ജയിച്ചു, കായംകുളത്ത് ജയിച്ചു. ഈ പറഞ്ഞ ആൾ വേറെ എവിടെ ജയിക്കും? അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലായിടത്തും മത്സരിക്കാൻ കഴിയില്ലല്ലോ. ചിലർക്ക് എല്ലായിടത്തുമൊക്കെ മത്സരിക്കാൻ കഴിയും. അപ്പോൾ ഹസനെ എവിടെയെങ്കിലും നിർത്തി മത്സരിപ്പിക്കാൻ കഴിയുന്നൊരു വ്യക്തി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് സീറ്റ് കൊടുത്തത്. അങ്ങനെ കാണണ്ടേ? ഞാൻ അങ്ങനെ കാണുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് അവസരം കിട്ടുമ്പോൾ അത് ഉയരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്, NGO ആണ് നമ്മുടെ ജനശ്രീ. എന്നതിന് സ്ഥിതി അറിയുമോ? എല്ലാ ജില്ലകളിലും വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണത്, വളരെ എഫക്റ്റീവായിട്ട്. ഇപ്പോൾ ഇപ്പോൾ ഏപ്രിലിൽ എറണാകുളത്ത് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ ഒരു 25-30 ആൾ പങ്കെടുക്കും. പക്ഷേ ഇന്ന് കേരളം ഒട്ടാകെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റായി മാറിയിരിക്കുന്നത് അത് അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനമല്ലേ. അപ്പോൾ അതുകൊണ്ട് MM ഹസൻ്റെ കഴിവിനെ കുറച്ച് കാണണ്ട, അവസരം കിട്ടിയാൽ അദ്ദേഹം അതിനകത്ത് ഉയരുമെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ VD സതീശൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VD സതീശൻ, താങ്കളും KPCC അധ്യക്ഷന്റെ ചുമതല ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചവരുടെ പട്ടികയിൽ താങ്കളുടെ പേരും ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ പേരും പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഇതിലൊരു മാനദണ്ഡമാക്കി കണക്കിലെടുത്തത് വൈസ് പ്രസിഡന്റുമാരിൽ മുതിർന്ന ഒരാൾക്ക് ചുമതല കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സന്ദേശവും അതിന് നൽകുന്നില്ല എന്ന വിലയിരുത്തലാണ് ഉയർന്നു വരുന്നത്. താങ്കൾക്കും അങ്ങനെ തന്നെയാണോ ഈ വിഷയത്തെ സമീപിക്കാൻ താല്പര്യം? അല്ല, വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ്. ഒന്നിലധികം ആളുകൾ, യോഗ്യതയുള്ള ആളുകളായിട്ട് കോൺഗ്രസിൽ ഉണ്ടാവും. പക്ഷെ ഒരാളെയല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. വളരെ ഉചിതമായ തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. ഇവിടെ PC ജോർജ് പറഞ്ഞതുപോലെയല്ല, പരിണതപ്രജ്ഞനായ പക്വമതിയായ നേതാവാണ് CM ഹസൻ. ഞങ്ങളുടെയൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹസൻ നേതാവാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹസൻ നിയമസഭയിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു പാർലമെന്റേറിയനാണ്. വളരെ സീനിയർ ആയിട്ടുള്ളൊരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം യുവജന വിദ്യാർത്ഥി രംഗങ്ങളിലൂടെ കടന്നു വന്ന് പാർലമെന്ററി രംഗത്ത് തിളങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്തുകൊണ്ടും കേരളത്തിലെ KPCCക്ക് ഇപ്പോൾ ഒരു താൽക്കാലിക ചുമതല മാത്രമല്ല, സ്ഥിരം ചുമതല അദ്ദേഹത്തിന് കൊടുത്താലും അദ്ദേഹം അത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കമുള്ള ആളല്ല. ഒന്നിലധികം യോഗ്യതയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിനൊരു പ്രതിസന്ധി ഉണ്ടാവും, ഒരു ധർമ്മസംഘടന ഉണ്ടാവും, ആരെ ഒഴിവാക്കും, ആരെ തിരഞ്ഞെടുക്കും. പക്ഷെ അവർ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു തീരുമാനം എടുത്തു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞങ്ങൾക്ക് നമ്മുടെയൊക്കെ പേരുകൾ വരും. അപ്പൊ എന്റെ പേര് എല്ലാ സ്ഥാനത്തേക്കും വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ അകത്ത് പ്രയാസപ്പെടാൻ പറ്റുമോ? അതിപ്പോ ആളുകൾ വരും. പ്രത്യേകിച്ച് പല രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ, പല തലങ്ങളിൽ ആലോചിക്കുമ്പോൾ ഒന്നിലധികം ആളുകളുടെ പേര്, എന്റെ പേര് മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് ആളുകളുടെ പേരുകൾ വന്നു. പക്ഷെ ഈ തീരുമാനം കൃത്യമായ തീരുമാനമാണ്. താൽക്കാലികമായ ഒരു ചുമതലയ്ക്ക് യോഗ്യനാണെന്നല്ല ഞാൻ പറയുന്നത്. CM ഹസൻ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു പ്രസിഡന്റ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഹസന് വളരെ വർണ്ണശബളമായ ഒരു പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതെല്ലാം മറന്നുകൊണ്ടിട്ട് ചില ആളുകൾ അങ്ങനെ സംസാരിക്കുന്നത് അത് ശരിയല്ല. അദ്ദേഹത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അതിനെ ഒരു മോശമായി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ UDF ജാഥ നടത്തി. 5 ജാഥകൾ ഉണ്ടായിരുന്നു. 2 പേരെയാണ് കോൺഗ്രസിൽ നിന്ന് ജാഥ നയിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഒന്ന് NAMC ഹസനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് UDFന്റെ ജാഥ നയിക്കുന്നത്. ഹസൻ എനിക്ക് തോന്നുന്ന 3ാമത്തെ പ്രാവശ്യമാണ് UDFന്റെ ജാഥ നയിക്കുന്നത്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. എന്തായാലും കോൺഗ്രസിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ വെറുതെ മനപ്പായസം ഉണ്ടതാണ്. കോൺഗ്രസ് ശക്തിയാർജിച്ച് തിരിച്ചു വരും. കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണ്. ആ സെക്യുലർ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. CM ഹസൻ സെക്യുലർ പൊസിഷനിങ് ഉള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആളായിട്ട് ഇതുവരെ കേരളം കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സെക്യുലർ ആയിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് VM സുധീരനെ പോലെ കേരളത്തിൽ വലിയ സ്പീസുള്ള ഒരു നേതാവിന് ശേഷമാണ് ഹസൻ വരുന്നത്.
അപ്പൊ ഹസനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളി കൂടിയാണ്. അദ്ദേഹം അത് ഭംഗിയായിട്ട് ഏറ്റെടുക്കും. അതിന് അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ കോൺഗ്രസിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഹസന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് ശക്തി പകരും. ശ്രീ വി ഡി സതീശൻ, ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്തണം എന്നതാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ ഇത് പറയുകയായിരുന്നു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട്. അതിന് കളമൊരുക്കണം വേഗത്തിൽ, അത് ഹൈക്കമാൻഡ് അതിന് വേഗത്തിൽ അതിന് കളമൊരുക്കുകയും അതിന് പശ്ചാത്തലം ഒരുക്കുകയും വേണം. ആ സമയത്തേക്കുള്ള ഒരു ചുമതല ആണിപ്പോൾ ശ്രീ MM ഹസന് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ, അല്ലെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന്, സംഘടനാ തലത്തിലുള്ള തിരിച്ചുവരവിനും അതിന് അധികാരത്തിലേക്ക് തിരിച്ചുവരവിനും ഒക്കെ കളമൊരുക്കേണ്ടത് പാർട്ടി തെരഞ്ഞെടുപ്പാണ്, സംഘടനാ തെരഞ്ഞെടുപ്പാണെന്ന് വിശ്വസിക്കുകയാണ് എ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നു. ആ വിഭാഗം അങ്ങനെ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ നടപ്പാക്കേണ്ടത് അത് തന്നെയല്ലേ? സംഘടനാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലല്ലേ വേഗത്തിൽ നടപ്പാക്കേണ്ടത്? അതിനുള്ള നടപടികളല്ലേ താൽക്കാലിക പ്രസിഡന്റ് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്? അല്ലെ, 93-ലാണ് കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം 17 34 വർഷമായി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നടന്നിട്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും പറയും, ഞങ്ങളെയൊക്കെ പറയും, തെരഞ്ഞെടുപ്പ് നല്ലതാണ്, തെരഞ്ഞെടുപ്പ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്, ഏത് ജനാധിപത്യ പാർട്ടിയിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. എനിക്ക് തെരഞ്ഞെടുപ്പിനോട് യാതൊരു എതിർപ്പുള്ള ആളല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അഖിലേന്ത്യാ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് അല്ല, പ്രാദേശിക പാർട്ടിയല്ല. കേരളത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് അത് ദേശീയ അടിസ്ഥാനത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ തെരഞ്ഞെടുപ്പ് നടത്തണം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അത് ചെയ്യുന്നില്ല എന്ന രീതിയിൽ ചില ആളുകൾ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം അവരാരും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആളുകളല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് വരട്ടെ, തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, ഒരു സംശയമില്ല. അതിന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അതോറിറ്റിയെ നിയമിച്ചതാണ്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ഒറ്റമൂലിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല? ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന നിലയിൽ ഒരു ഒറ്റമൂലിയായി തെരഞ്ഞെടുപ്പ് എന്നത് താങ്കൾ കാണുന്നില്ല? അല്ലല്ല, ഞാൻ പറയട്ടെ, അത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ചില ഭരണഘടനാ ഭേദഗതി, കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ഉണ്ടാകണം. ആ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഭരണഘടനാ ഭേദഗതി അതിനകത്തുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം തെരഞ്ഞെടുപ്പ് പുതിയ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. പിന്നെ എല്ലാ പ്രശ്നത്തിന്റെയും ഒറ്റമൂലി തെരഞ്ഞെടുപ്പാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വേറെ ചില കുഴപ്പങ്ങൾ കൂടി ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിന് കൂടുതൽ പ്രസക്തി വർദ്ധിക്കും, ഗ്രൂപ്പ് നേതാക്കന്മാർക്കും ഗ്രൂപ്പ് മാനേജർമാർക്കും പ്രസക്തി വർദ്ധിക്കും. അത് ഈ പണവും സംഘടിത ശക്തിയുമുള്ള ആളുകളുടെ പുറകെ എല്ലാവർക്കും അവരുടെ പുറകെ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറെ മൈനസ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ തമ്മിലുള്ള അകൽച്ചയൊക്കെ ഉണ്ടാവും. എങ്കിലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയിൽ നടക്കുന്നതല്ലാണ്. ഒറ്റമൂലി പാർട്ടിയിലെ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒറ്റമൂലിയാണെങ്കിൽ എല്ലാവരും കോൺഗ്രസിനോട് ഒരു ആത്മാർത്ഥത കാണിക്കണം. ഗ്രൂപ്പിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത പാർട്ടിയോട് കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിലെ എല്ലാ പ്രശ്നവും തീരും. അത് ഇതെല്ലാം പറയുന്ന ആളുകൾ കൂടി, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ കൂടി ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് എന്റേതായ ഉത്തരവാദിത്വമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് പാർട്ടി എത്തി നിൽക്കുന്ന ഒരു ദിശാസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. അതിനെ എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാവരും ആ കാലം ആവശ്യപ്പെടുന്ന ആ ദൗത്യം നിർവഹിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. നന്ദി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിപ്പോൾ നേരത്തെ PC ജോർജ് പറഞ്ഞത്, PC ജോർജ് പറഞ്ഞതിന് ചേർത്ത് പറയേണ്ടത് പിണറായി ഗവൺമെന്റിന് എതിരെ, അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ വലിയ സമരങ്ങൾ നടത്തി അതിങ്ങനെ തുടങ്ങി വെച്ചിരുന്നു VM സുധീരൻ. അത് മേഖലാ ജാഥകളും, അരിയില്ല, തൊഴിലില്ല, വെള്ളമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. മധ്യ കേരളത്തിൽ വടക്കോട്ട് സമരം നടന്നു. അത്തരം സമരങ്ങളൊക്കെ നയിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സംഘടനയെ കരുത്തുറ്റതാക്കുക എന്നത് താൽക്കാലിക പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചുമതലയാണല്ലോ. അത് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ നടപ്പാക്കാൻ കഴിയും
ഈ താൽക്കാലിക ചുമതലയുള്ള MM ഹസന് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. പിണറായി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസമായിരിക്കുമോ ഈ ഇപ്പോഴത്തെ ഈ താൽക്കാലിക ചുമതല നൽകിയത് ഹസന് നൽകിക്കൊണ്ടുള്ള തീരുമാനം സർക്കാരിനൊരു ആശ്വാസമായിരിക്കും? അത് ഞാൻ വിചാരിക്കുന്നില്ല. ഹസനെ അങ്ങനെ മോശപ്പെടുത്തി പറയേണ്ട ഒരാളൊന്നുമല്ല. ഹസനെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് അദ്ദേഹത്തെ പലതവണ ആക്ഷേപിച്ച് പരിഹസിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ ഇവിടെ പറയാത്ത 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, അദ്ദേഹം നല്ലൊരു പാർലമെൻറ്റേറിയനാണ്. ഇവിടെ സൂചിപ്പിച്ച സതീശൻ പറഞ്ഞ പോലെ നല്ലൊരു പാർലമെൻറ്റേറിയനാണ്. പാർലമെൻറ്റിൽ നിയമസഭയിൽ വളരെ എഫക്റ്റീവായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉപമയാൻ പറയപ്പെട്ടു CPI പറ്റി പറഞ്ഞാൽ, വായിൽ ഉമിയിട്ട് കൊണ്ട് തീ ഊതാൻ പോയ പെണ്ണിൻ്റെ അവസ്ഥയിലാണ് CPI എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉമി നനഞ്ഞു പോയി, തീ കെട്ടും പോയി. അതുപോലത്തെ തട്ടുകളൊക്കെ പണ്ട് തട്ടിയിരുന്നതാണ്. പിന്നെ എഫക്റ്റീവ് അല്ലാതെ പിന്നെ ഒരുപാട് യുവ പാർലമെൻറ്റേറിയന്മാർ ഉദിച്ചുയർന്ന് വരികയും ചെയ്തു എന്നുള്ളൊരു സത്യമാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ ജനപിന്തുണ ഇല്ലാത്ത ആളൊന്നുമല്ല. 1987 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം ഉണ്ടായപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആകെ ഒരു UDF-കാരനെ ജയിച്ചുള്ളൂ, അത് ഹസനായിരുന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാൾ ജയിച്ചുള്ളൂ, അത് ബാലകൃഷ്ണപിള്ളയായിരുന്നു. ബാലകൃഷ്ണപിള്ള പിന്നെ കൊട്ടാരക്കരയിൽ ഒരു സുൽത്താനായതുകൊണ്ട് അദ്ദേഹം ജയിച്ചത് ന്യായമാണ്. അതുപോലെ പിന്നെ ഒരാൾ ജയിച്ചത് ഹസൻ മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ ജയിച്ചുള്ളൂ, 14-ൽ ഒരു UDF-കാരനെ ജയിച്ചുള്ളൂ. കൊല്ലം ജില്ലയിൽ 14-ൽ ഒരു UDF-കാരനെ ജയിച്ചുള്ളൂ, ബാലകൃഷ്ണപിള്ള. ഇപ്പോഴൊന്നുമില്ല, കൊല്ലത്തുമില്ല. അല്ല, ഇപ്പൊ പിന്നെ കാലം ഒരുപാട് മാറി. സാഹചര്യത്തിലാണ് അദ്ദേഹം നയിക്കുന്നത്. അല്ല, അത്രയും ഒരു എഫക്റ്റീവായിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ആളായിരുന്നു. പിന്നെ ഹസൻ ഇത്തവണ ചടയമംഗലത്തൊക്കെ പോയി നിന്ന്, ചടയമംഗലത്തെ പുല്ലൂർ എവിടെയായിരുന്നു, ചടയമംഗലത്തൊക്കെ പോയി നിന്ന് തോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പോലെ ആൾ ചടയമംഗലത്ത് ജയിക്കുന്ന സീറ്റൊന്നുമില്ല. അദ്ദേഹത്തെ അവസാനം ചടയമംഗലത്തൊക്കെ നിർത്തുന്ന അവസ്ഥയിലെത്തി. അത് പാർട്ടിയുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ അത്രയും പരിതാപകരമായതുകൊണ്ട് സംഭവിച്ചാണ്. പക്ഷേ അത്ര മോശക്കാരനൊന്നുമല്ല. മൂന്നാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ പോലെ സെക്കുലർ ക്രെഡൻഷ്യലുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയല്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഈ പിണറായി വിജയൻ്റെ സർക്കാർ തുടങ്ങിയ ശേഷം തന്നെ അദ്ദേഹം സെക്കുലർ മാർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചു. അത് വളരെ ഭാവനാപൂർണ്ണമായ ഒരു പരിപാടിയായിരുന്നു. കാരണം വെച്ചാൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മറ്റേ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിയാൽ അദ്ദേഹം ഒരു വെടിക്കുള്ള മരുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത്ര മോശക്കാരനൊന്നുമല്ല. KPCC പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള യോഗ്യതയൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഹസൻ. അത് നമുക്ക് വേറെ കാര്യം. ഹസൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആൾ. പിന്നെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുപോകാൻ കഴിയണം, അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. വലിയതായി എത്രയോ കൊല്ലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ആളാണെന്നുള്ളത്. പണ്ട് മുരളീധരൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് എക്കാലത്തേക്കും പ്രസക്തമാണ്. മുരളീധരന് ഗ്രൂപ്പുണ്ട്, KPCC പ്രസിഡന്റിന് ഗ്രൂപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് കാലത്തുമുള്ള പ്രസിഡന്റുമാർക്കുള്ള ഒരു പോയിന്റർ ആയിട്ട് ഞാൻ പറയുന്നൊരു വാക്കാണ്. KPCC പ്രസിഡന്റായിട്ട് പറഞ്ഞ ആൾക്ക് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ സതീശൻ പ്രസിഡന്റ് ആയാലും ഗ്രൂപ്പുണ്ടാവും, ഡൊമിനിക് പ്രസിഡന്റേഷൻ ആയാലും ഗ്രൂപ്പുണ്ടാവും. നമുക്കറിയാം അവരുടെയൊക്കെ ഗ്രൂപ്പ്. പക്ഷേ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഗ്രൂപ്പിന് അതീതമായിട്ട് ആളുകളെ കാണാൻ കഴിയണം. ഗ്രൂപ്പ്, ഗ്രൂപ്പ്, തിരുത്തൽവാദി, തിരുമ്പൽവാദി, പല ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പില്ല ഗ്രൂപ്പ് വരെയുണ്ട്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസിഡന്റായിട്ട് എത്ര ദിവസം ഉള്ളതല്ല, 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ എത്രയോ കാലം വേണമെങ്കിൽ ഇരിക്കാം. അതൊക്കെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആ ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് വലിയ അന്തരാള ഘട്ടത്തിൽ കൂടി കടന്നു പോകണമല്ലേ. ദേശീയാടിസ്ഥാനത്തിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ തട്ടകമായിരുന്ന UP-ൽ 7 കോൺഗ്രസ്സുകാരെ ജയിച്ചേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരു പച്ച പിടിച്ച സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ തന്നെ എന്തൊരു വലിയ ഭീഷണിയാണ് പല സ്ഥലത്തും നേരിടുന്നത്. ഞാൻ ചെറിയ കാര്യമല്ല. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെ കോൺഗ്രസ് ഉണ്ട്. പല ജില്ലകളിലും കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ല, ജയിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ അവസാനം ജയിച്ച കോൺഗ്രസ്സുകാരൻ ആരാണ്? ക്വിസ് പ്രോഗ്രാമിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. P. ശങ്കരൻ എന്ന് പറഞ്ഞാൽ 10 മാർക്ക് കിട്ടും. കാരണം അതിന് ശേഷം ആരും ജയിച്ചിട്ടില്ല. പാർലമെന്റിലേക്ക് ജയിക്കും. MK രാഘവൻ നിൽക്കുമ്പോൾ വീണ്ടും ജയിക്കും. അത് തൃശ്ശൂരിൻ്റെ അവസ്ഥ, ലീഡറിൻ്റെ തട്ടകമായിരുന്ന തൃശ്ശൂർ ഇല്ലേ, VM സുധീറിൻ്റെ തട്ടകമായ തൃശ്ശൂർ, KP വിശ്വനാഥൻ്റെ എത്രയോ വലിയ നേതാക്കന്മാരുണ്ടായ സ്ഥലമാണ്. അവിടെ ഒരാൾ, ഇപ്പോൾ അനിൽ അക്കര, നിസ്സാരമായ വിരലുണ്ടാവുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആ ഒരു അനിൽ അക്കരയാണ്. കൊല്ലത്ത് കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടാണോ? എത്രയോ കോൺഗ്രസ്സുകാരുള്ള സ്ഥലമാണ്, അത് ജയിക്കത്തില്ല. പീതാംബരക്കുറുപ്പ് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചപ്പോൾ ജയിച്ചു. RSPക്കാരനെ പ്രേമേന്ദ്രൻ മത്സരിച്ചപ്പോൾ ജയിച്ചു, അത് ജയിക്കും. പക്ഷേ കൊല്ലത്തുകാരായ കോൺഗ്രസ്സുകാരെന്ന് ആരും ജയിക്കില്ല. 40,000 വോട്ടിനൊക്കെയാണ് ഓരോരുത്തരും തോക്കുന്നത്. ആലോചിച്ച് നോക്കി, 40,000 വോട്ടിന് തോക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ ലീഗാരി ജയിക്കുന്ന ഭൂരിപക്ഷം 40. അവിടെ ഏറ്റവും കുറഞ്ഞ വോട്ടിന് തോറ്റ CR മഹേഷ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അതാണ് CR മഹേഷിനെ കോൺഗ്രസ്സുകാർ കാലുവാരി തോപ്പിച്ച. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ എത്തിക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്തെ എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു കോൺഗ്രസ്, അദ്ദേഹം മത്സരിക്കാത്തൊരു നേതാവിനെ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കൊല്ലം ജില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ മോശമാണ്. ഞാൻ ചോദിച്ചു, ഇന്ന ആളുകൾ എനിക്ക് താല്പര്യമുള്ള 3-4 പേരുടെ പേര് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എല്ലാം കഷ്ടമാണ്, വളരെ കഷ്ടത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ഒരുപക്ഷെ ജയിക്കുമായിരുന്നു, പക്ഷേ അവനെ തോപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അത് തന്നെ സംഭവിച്ചു. CR മഹേഷ് 1000 വോട്ടിന് തോറ്റു.
ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തരി പോലും ഒരു തുള്ളി പോലും അതിശോക്തിയില്ല. ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാരുടെ പെരുമാറ്റം. പിന്നെ എങ്ങനെ ജയിക്കും, എങ്ങനെ നന്നാവും? ആലപ്പുഴ ജില്ലയിൽ ആകെ ഒരു രമേശ് ചെന്നിത്തല ജയിച്ചു. ഇല്ല, രമേശ് ആയതുകൊണ്ട് ജയിച്ചാണ്, വേറൊരാളാണെങ്കിൽ ജയിക്കില്ല. എല്ലാ ആൾക്കാരും തോക്കെടുപ്പ്. അമ്പലപ്പുഴ പോലെ കോൺഗ്രസിന് വലിയ മെജോറിറ്റിയുള്ള മണ്ഡലങ്ങളിൽ തോക്കും. ഇടുക്കി ജില്ലയിൽ ഒരാൾ ജയിക്കുന്നില്ല. ഇടുക്കി ജില്ല ജനാധിപത്യ പാർട്ടികളുടെ ഒരു കോട്ടയല്ലേ. അവിടെ കോഴിക്കോട് തന്നെ നോക്കിക്കോളൂ, ലീഗുകാർ മത്സരിച്ച് ജയിക്കും, MK മുനീർ മത്സരിച്ച് ജയിക്കും. പക്ഷേ ആ തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ കോൺഗ്രസ്സുകാർ തോക്കും. അതാണ് കുഴപ്പം. ഘടകകക്ഷികൾക്ക് ജയിക്കാൻ പറ്റും, കോൺഗ്രസ് ജയിക്കാൻ പറ്റില്ല. പ്രേമേന്ദ്രൻ മത്സരിച്ചപ്പോൾ കൊല്ലത്ത് ജയിച്ചു. പ്രേമേന്ദ്രൻ RSP കാരനാണ്. ഇതാണ് പ്രശ്നം. കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചപ്പോൾ ജയിക്കും, പക്ഷേ ആ സീറ്റിൽ മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ താങ്കൾ KSU ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു. KSUവിൻ്റെ വോട്ടെണ്ണൽ നടക്കുകയാണ്. എറണാകുളം അടക്കം I ഗ്രൂപ്പ് ഇങ്ങനെ പിടിച്ചു വച്ചിരുന്ന ജില്ലകൾ പലതും A ഗ്രൂപ്പ് അവിടേക്ക് കടന്നു കയറി അവിടെ പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്രൂപ്പിനെ പറ്റി ചോദിക്കുന്നതല്ല, ഞാൻ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ഇപ്പോൾ VD സതീശൻ ചൂണ്ടിക്കാണിച്ചു. എറണാകുളത്ത് വലിയ സംഘർഷമുണ്ടായി, പോലീസ് ലാത്തിച്ചാർജ് നടത്തി, KSUവിൻ്റെ 2 വിഭാഗം പ്രവർത്തകരെ ഓടിച്ചുവിടുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തും ചെറിയ സംഘർഷമുണ്ടെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പറയുന്ന മേന്മ, അതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകർ തമ്മിലുള്ള വൈരാഗ്യം, CPIM നേതാക്കളെയും അല്ലെ CPM പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും എന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിലെ അപകടം, കോൺഗ്രസിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് നടക്കുന്നുണ്ട്. ശരിയാണ്, ഞാൻ അതിനോട് ചോദിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനെ ഉണ്ടാകുന്നത് ഈ വാശി കൂട്ടുമ്പോഴാണ്. ഞാൻ പലപ്പോഴും ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഞാൻ വിളിച്ചാൽ പറഞ്ഞു, ഞാനൊരു പാർട്ടിക്കകത്ത് ഇലക്ഷനാണ്, വഴക്കുണ്ടാക്കരുത്. ഇത് ചില ആൾക്കാർ വഴക്കുണ്ടാക്കുന്നതാണത്. എൻ്റെ വിശ്വാസം ഇപ്പോൾ ഇവിടെ തന്നെ സംഘർഷം ഉണ്ടായത്, ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയുന്നില്ല, അത് ചില ആൾക്കാർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴുണ്ടായ സംഘർഷമാണ്. അങ്ങനെ പാടില്ലല്ലോ, പാർട്ടി ഇലക്ഷനല്ലേ. കള്ളക്കളി എന്ന് പറഞ്ഞത് വഴക്കുണ്ടാക്കും അല്ലേ? അത് അങ്ങനെ പാടില്ല. അന്ന് ആദ്യം തന്നെ പറയണം കുട്ടികളുടെ അടുത്ത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ KPCക്ക് മത്സരിച്ചൊരിക്കൽ തോറ്റാൻ 92 ഞാനും മുഹമ്മദ് വാഷുമായിട്ട്. അന്നത്തെ DR എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ലിസ്റ്റ് നിർത്തി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ടി ഇലക്ഷൻ നടക്കട്ടെ. ആകെ 8 വോട്ടാണ് ഞാൻ തോറ്റെന്ന് ജയിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സാണ്, അതിനുശേഷം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്പോർട്ടിങ്ങായിട്ട് എടുക്കാൻ പറ്റണം. പാർട്ടിക്കകത്ത് ഇലക്ഷനല്ലേ അത്. അപ്പോൾ പാർട്ടിക്കകത്ത് ഇലക്ഷൻ വരുമ്പോഴേക്കും നമ്മളൊരു പൊസിഷൻ എടുക്കണം, താഴോട്ട് പറയണം നമ്മളൊരേ പാർട്ടിക്കാരാണ്, നമ്മൾ താൽക്കാലികമായിട്ട് പാർട്ടിക്കകത്ത് ഒരു ഈ സമവായം എന്നത് ഇങ്ങനെ രൂപപ്പെട്ട് വരികയും അവസാന ഘട്ടത്തിൽ തട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതൊക്കെയാണ് ഇതിൻ്റെ അനുബന്ധമായി കേൾക്കുന്ന പരാതികൾ. KSU സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പരാതികളാണ്. I ഗ്രൂപ്പൊക്കെ ഉന്നയിക്കുന്ന പരാതി. സമവായം എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്നറിയോ? ഈ സമവായത്തിന് കുഴപ്പമുണ്ട്, അർഹത ഉള്ളവൻ പലപ്പോഴും താഴെപ്പെടും. അവിടെയാണ് പ്രശ്നം. സമവായം അടിച്ചേൽപ്പിക്കാൻ അത് നമ്മൾ ഈ സെലക്ഷൻ എന്ന് പറയുമ്പോഴേക്കുള്ള ബുദ്ധിമുട്ട് അവിടെയാണ് പ്രശ്നം. നേരെ മറിച്ച് ഇലക്ഷൻ ആകുമ്പോഴേക്കും വരുന്നവർ അവർക്ക് സെലക്ട് ചെയ്യാം. സെലക്ഷനിലേക്ക് പോകുമ്പോഴേക്കും ആ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള അർഹരായിട്ടുള്ള സെലക്ട് ചെയ്തില്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ പരാതിയാണ്. നേരെ മറിച്ച് ഇലക്ഷൻ ആകുമ്പോൾ ഈ വഴക്കൊക്കെ പാടില്ലാത്തതാണ്. പക്ഷേ എന്നാലും ഇച്ചിരി വഴക്കുണ്ടായാൽ പോലും ഒരു ഫ്രഷ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വരും. ഞാൻ അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു, അല്ല ഒരിക്കലും വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ ടെൻഷൻ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാരണം നേതാക്കൾ പറയേണ്ടതാണ്. ഇപ്പോൾ വോട്ട് എല്ലാം കഴിഞ്ഞ് എണ്ണുവാണ്, അവിടെ എന്തിനാ വഴക്കുണ്ടാക്കണേ? എല്ലാം വോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, അവിടെ ഒരാൾ ജയിക്കും, അങ്ങനെ എടുത്താൽ പോയത്. പാർട്ടിക്കകത്തുള്ള കാര്യമല്ലേ അത്. അപ്പോൾ അങ്ങനെ ബിറ്റർനെസ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ബിറ്റർനെസ് ഉണ്ടാക്കുന്നിടത്ത് സ്ട്രോങ് പൊസിഷൻ എടുക്കണം. പറ്റില്ല എന്ന് പറഞ്ഞു, ശരിയല്ല എന്ന് പറയണം. അതിൽ അങ്ങനെ പോയിക്കാൻ തീർക്കാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. അവസാനമായി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ VM സുധീരന് KPCC പ്രസിഡന്റാക്കി ഹൈക്കമാൻഡ് തീരുമാനിച്ചല്ലോ. അദ്ദേഹം ഇപ്പോൾ പദവി ഒഴിയുകയും ചെയ്യും. ഹൈക്കമാൻഡിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന സമയത്തുമൊക്കെ കണ്ടു. ഹൈക്കമാൻഡിന് ഇവിടുന്നുള്ള നേതാക്കളുടെ വികാരം മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ തീരുമാനത്തിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടായി കാണും. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മറ്റൊന്ന്, ഈ തലമുറ മാറ്റം എന്നത് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു താൽക്കാലിക ചുമതല കൊടുത്തു എന്ന ഒരു ചെറിയ കാര്യം എടുത്തു വെച്ച് നോക്കിയാലും ഇതൊക്കെ തമ്മിൽ ചേർന്ന് പോരുന്നുണ്ടോ? അല്ല, അങ്ങനെ സുധീറിനെ KPCC പ്രസിഡൻ്റാക്കിയാൽ AICCക്ക് ഒരിക്കലും നിരാശപ്പെടാനോ പശ്ചാത്തപിക്കാനൊന്നും യാതൊരു കാര്യവുമില്ല, കാരണവുമില്ല. കാരണം അദ്ദേഹം അതിനൊക്കെ അർഹനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോളം യോഗ്യതയുള്ള ആളുകൾ ഇന്നിപ്പോൾ കോൺഗ്രസിൽ നിന്നല്ല, പൊതുസമൂഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ കുറവാണ്. കാരണം യോഗ്യത മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവ്
അവരെ അങ്ങനെ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ വി എം സുധീരന് പൊതുസമൂഹത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരം കോൺഗ്രസിൽ നിന്ന് വേറൊരു നേതാവിന് ഇന്ന് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം വി എസ് അച്യുതാനന്ദനൊക്കെ കിട്ടുന്ന പോലെ ഒരു എക്സാൾട്ടഡ് പൊസിഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മുടെ ഉണ്ണിത്താൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞിട്ടു. അല്ല, ഉണ്ണിത്താൻ പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ആ രീതിയിൽ ഒരു അംഗീകാരമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത എന്നത് പാർട്ടിക്ക് അപ്പുറത്തൊക്കെയാണല്ലോ. പാർട്ടിക്ക് അപ്പുറത്ത് തന്നെ വലിയ അംഗീകാരമുള്ള ഇപ്പോൾ ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു സ്വീകാര്യത, വെള്ളാപ്പള്ളി നടേശന് ഇദ്ദേഹത്തെ തോപ്പിക്കാൻ വേണ്ടി മുണ്ടും മടക്കി കുത്തി നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഓരോ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയത്. അത് വി എം സുധീറിനുള്ള അംഗീകാരമൊക്കെ അത് വേറൊരു തലത്തിലും വേറൊരു തരത്തിലുമാണ്. അത് നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ സാധാരണ ഒരു ഇതിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വളരെ സുഖമുള്ളൊരു വാക്കാണെങ്കിലും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനിപ്പോൾ. ഷാഫി പറമ്പിലിനെ പോലെ അല്ലെങ്കിൽ ഹൈബി ഈഡനെ പോലെ ബൽറാമിനെ പോലെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. നമ്മളില്ലെന്ന് പറയുന്നത്. ഈ തുല്യ നിലയിലുള്ള മറ്റ് പാർട്ടിയിലെ, ഞാൻ പാർട്ടികളുടെ പേര് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, ആ നേതാക്കന്മാർ ഇവരെ തമ്മിൽ തുലനം ചെയ്താൽ മനസ്സിലായി ഇവരുടെ ഒരു മെറ്റൽ എത്ര എന്നുള്ളത്. അപ്പോൾ ഷാഫിയെ പോലെ അല്ലെങ്കിൽ ബൽറാമിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഉയർന്നു വരുന്നുണ്ട്, ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജബി മേത്തർ എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ തന്നെ ധാരാളം വരുന്നുണ്ട് ഇല്ലേ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരു സ്പേസ് കൊടുക്കണം. അത് കോൺഗ്രസ് ഏത് കാലത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവരൊക്കെ തന്നെ എത്രയോ ചെറുപ്പത്തിൽ വന്ന ആൾക്കാരാണ്. എം എം ഹസൻ തന്നെ 25-ാമത്തെ 26-ാമത്തെ വയസ്സിൽ MLA ആണ്. കെ മുഹമ്മദ് അലി, KC ജോസഫ് ഒക്കെ വളരെ ചെറുപ്പത്തിൽ വന്നവരാണ്. പിന്നെ അവർ പ്രായമായപ്പോൾ അവർ മാറി കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കെ കരുണാകരൻ കുറച്ച് ആൾക്കാർക്ക്, കുറച്ച് ചെറുപ്പക്കാർക്ക്, രമേശ് ചെന്നിത്തല, പന്തള സുധാകരനൊക്കെ കരുണാകരൻ കൊണ്ടുവന്നതാണ്. സതീശൻ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ്. അങ്ങനെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറേ കിട്ടും. കാരണം ഇത്തവണ കുറേ പേര് തോറ്റു പോയതുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർക്ക് അടുത്തവണ കിട്ടും. പിന്നെ അവർ അടിച്ചു കയറി വരണം. അവരുടെ ഭാഗത്തും എല്ലാ ഇലക്ഷനും ഒരു 10-12 ഒരുപാട് പേർക്ക് കൊടുക്കും. അത് കൊടുക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ തലമുറ മാറ്റം, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഞാൻ ഇതായിട്ട് പറയല്ല, രാഹുൽ ഗാന്ധി എത്രയോ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തില്ലേ. സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഇവരൊക്കെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായിട്ട് വന്നിട്ട് ഒന്നും ഒരനുഭവം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അവരെ കാണാൻ സുന്ദരന്മാരാണ്, ചെറുപ്പക്കാരാണ്, വൈബ്രൻറ്റ് ലീഡേഴ്സാണ്. പക്ഷേ ഈ KPCC അല്ലെങ്കിൽ വീരഭദ്ര സിംഗിനെ പോലുള്ള ആളുകൾക്ക് വേണം, അങ്ങനെയുള്ളവർ വേണം ഇല്ലേ. കെ കരുണാകരനെ പോലുള്ള ആളുകൾ വേണം. കാരണം കരുണാകരനെ പോലെ വേറൊരു കരുണാകരനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വീരഭദ്ര സിംഗിനെ പോലെ വേറെ വീരഭദ്ര സിംഗ്, കർപ്പനയ്യ മൂപ്പരാർ, വിജയഭാസ്കർ റെഡ്ഡി, അങ്ങനെയുള്ള വലിയ താപ്പാനകളായിട്ടുള്ള നേതാക്കന്മാർ. അവർക്ക് പല സംഘടനയും പാർട്ടിയൊക്കെ പിടിച്ച പിടിയിൽ നിർത്താൻ പറ്റിയ ആളുകളാണ്. ഇപ്പോഴും കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ ക്ഷീണം ഞാൻ ഇതായിട്ട് പറയാം, കോൺഗ്രസിന് വലിയ ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരില്ല. ഇപ്പോൾ കരുണാകരൻ ഫുൾ ടൈം അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആദർശത്തിൻ്റെ പരിവേഷമൊന്നുമില്ല. പക്ഷേ കരുണാകരനാണ് കരുണാകരൻ, മനസ്സിലായി. മൂപ്പരാറുണ്ടായിരുന്നു, വിജയഭാസ്കർ റെഡ്ഡി ഉണ്ടായിരുന്നു, JB പട്നായിക് ഉണ്ടായിരുന്നു. വിവാദ പുരുഷനാണ് ഒറീസയിൽ. പക്ഷേ പട്നായിക്കാണ്. പട്നായിക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അതില്ലാത്ത അവസ്ഥയായി. എത്രയോ തവണയായിട്ട് ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ഒറീസയിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതെ, അജിത് ജോഗി വലിയ അഴിമതിക്കാരനും ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ്. പക്ഷേ ഒരു താപ്പാനിയാണ്, ചെറിയ ആളല്ല. VC ശുക്ല ചെറിയ ആളാണോ? ഈവൻ ദിഗ്വിജയ് സിംഗ്, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ അഭാവമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് മുഴുവൻ ബുദ്ധിജീവികളാണ്. P ചിദംബരം, കമൽനാഥ്, അല്ലെ ആനന്ദ് ശർമ്മ, ജയറാം രമേശ്, എല്ലാം ബുദ്ധിമാന്മാരും ബുദ്ധിശാലികളും ബുദ്ധിജീവികളുമാണ് അല്ലേ. ജയറാം രമേശൊക്കെ നല്ല വിടുകവർ. പക്ഷേ അവർ ബുദ്ധിമാന്മാർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഴുവനും തോമസ് ഐസക്കിൻ്റെ പോലുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും മനസ്സിലായി. ഒരു തോമസ് ഐസക് ആവാം, പക്ഷേ ഒരു 12 തോമസ് ഐസക്കുമാർ കൂടി ഇരുന്നിട്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഇരുന്നാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറൊരു കലയാണ്. അവിടെ ഈ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവർ, ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചവർ, വാർഡ് കമ്മിറ്റിയിൽ, ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചവർ, മണ്ഡലം കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ വേണം. അതില്ലാതെ വരുന്നതാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഇല്ലാണ്ടാവും. അതാണ് കുഴപ്പം. അപ്പം അത് മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ വരാൻ പാടില്ല. അപ്പോൾ ഒന്നുകിൽ KPCC പ്രസിഡന്റായിട്ട് ഉമ്മൻചാണ്ടി വരാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരണം, സീനിയർ ആയിട്ടുള്ള ഒരാൾ. ഏതായാലും ഒരുപക്ഷെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ ഇനിയുള്ള മാസങ്ങളിൽ പരിഗണിച്ചേക്കാം. കാരണം കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ വഴിക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹസൻ നാളെ KPCCയുടെ പ്രസിഡന്റിന്റെ ചുമതല, താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം എന്തൊക്കെ തരത്തിൽ സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ അഡ്വക്കേറ്റ് A ജയശങ്കർ, ശ്രീ VD സതീശൻ, ശ്രീ ജോസഫ് ആഴക്കൻ, ശ്രീ PC ജോർജ്, എല്ലാവർക്കും നന്ദി.